അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ ഖാതമിൻ നബിയ്യീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാനിയായ നേതാക്കളെ, സഹോദരന്മാരെ, എന്റെ വിഷയം ഇസ്ലാമിക പ്രസ്ഥാനം അടുത്ത നൂറ്റാണ്ടിൽ നിന്നാണ്. 14 നൂറ്റാണ്ടുകൾ പിന്നിട്ടിട്ടുണ്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവതരിപ്പിച്ച രൂപത്തിലുള്ള ഇസ്ലാം. അതേ അവസരത്തിൽ ആദം അലൈഹിസ്സലാമിന് അള്ളാഹു പഠിപ്പിച്ചു കൊടുത്ത ഇസ്ലാമായിരുന്നു. ആ ഇസ്ലാം കൃത്യമായിട്ട് എത്ര നൂറ്റാണ്ട് പിന്നിട്ട് കഴിഞ്ഞിട്ടുണ്ട് എന്ന് എനിക്കറിയില്ല, നിങ്ങൾക്കും ഒരുപക്ഷെ അറിയില്ലായിരിക്കും. അപ്പൊ അങ്ങനെ അസംഖ്യം നൂറ്റാണ്ടുകൾ പിന്നിട്ട കാര്യമാണ് ഇസ്ലാമിക പ്രസ്ഥാനം എന്ന് പറയുന്നത്. എന്താണ് ഇസ്ലാമിക പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ? ഇസ്ലാം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ അല്ലെങ്കിൽ ജഗന്നിയന്താവിന് മനുഷ്യൻ തന്റെ വാക്കുകളെയും വിചാരങ്ങളെയും പ്രവർത്തനങ്ങളെയും എല്ലാം കീഴ്പ്പെടുത്തുന്ന സമ്പൂർണമായ സമർപ്പണം എന്നതാണ് ഇസ്ലാം എന്ന് പറയുന്നത്. ഈ സമർപ്പണം മനുഷ്യൻ എന്നുണ്ടോ അന്നൊക്കെ ഒരുപോലെ പ്രസക്തമാണ്. പക്ഷേ ഒരു പ്രശ്നമുണ്ട്. ആ പ്രശ്നത്തിനാണ് നൂറ്റാണ്ടുകളൊക്കെ കടന്നു വരുന്നത്. എന്താണ് ആ പ്രശ്നമെന്ന് വെച്ചാൽ, മുസ്ലിങ്ങളായ നമുക്കാർക്കും തന്നെ ഒരു നൂറ്റാണ്ട് മുഴുവൻ തന്നെ നമ്മുടെ ചിന്തയുമായിട്ട് തിളങ്ങി നിൽക്കാൻ കഴിയില്ല. ജനാബ് കരുവള്ളി മുഹമ്മദ് മൗലവി സാഹിബിനെ ഞാൻ കാലത്തിന്റെ മുമ്പിൽ നടക്കുന്ന ഒരു സാരഥിയായിട്ടാണ് കാണുന്നത്. ഞാൻ യുവാവായിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പ്രസംഗം എനിക്ക് ഞാൻ ജീവിക്കുന്ന കാലഘട്ടത്തെക്കാൾ അപ്പുറത്ത് നിന്നിട്ടാണ് അദ്ദേഹം സംസാരിക്കുന്നത് എന്ന് തോന്നിയിട്ടുണ്ട്. ഇപ്പോഴും എനിക്ക് ആ തോന്നലുണ്ട്. 1996 സംസാരിക്കേണ്ടതല്ല, ഒരുപക്ഷെ 2006 2016 സംസാരിക്കാവുന്ന കാര്യമാണ് കരുവള്ളി മുഹമ്മദ് സാഹിബ് സംസാരിക്കുന്നത് എന്ന് എനിക്കിപ്പോൾ തോന്നുന്നുണ്ട്. എന്ന് വെച്ചാൽ കാലത്തിന്റെ അതിരുകൾക്കപ്പുറത്തേക്ക് കടന്നു നിൽക്കാവുന്നതും തലമുറകൾക്കപ്പുറത്തേക്കുള്ള ആളുകൾക്ക് പ്രസക്തമാണ് എന്ന് ബോധ്യപ്പെടുന്നതുമായ രൂപത്തിൽ ഇസ്ലാം എന്താണ് എന്ന് വിശദീകരിക്കുവാൻ അദ്ദേഹത്തിന് അന്നും കഴിവുണ്ടായിരുന്നു, ഇന്നും കഴിവുണ്ട്. ഇൻഷാ അല്ലാഹ് ആരോഗ്യമുണ്ടെങ്കിൽ നാളെയും കഴിവുണ്ടായിരിക്കും. പക്ഷെ എല്ലാ മുസ്ലിങ്ങളുടെയും എല്ലാ ചിന്തകന്മാരുടെയും എല്ലാ എഴുത്തുകാരുടെയും അവസ്ഥ ഇങ്ങനെയല്ല. കാലത്തിനൊപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനോ അല്ലെങ്കിൽ കാലത്തിനപ്പുറത്തേക്ക് നീണ്ടു നിൽക്കുന്ന രൂപത്തിൽ സംസാരിക്കാനോ അവതരിപ്പിക്കാനോ പല ആളുകൾക്കും ചിന്തകന്മാർക്ക് പോലും സാധിക്കാറില്ല. ഇത് മുസ്ലിങ്ങളുടെ പരിമിതിയാണ്, മുസ്ലിങ്ങളുടെ അപര്യാപ്തതയാണ്. മനസ്സിലായോ? അപ്പൊ മുസ്ലിങ്ങൾക്ക് കാലത്തിന്റെ തടവറക്കുള്ളിൽ നിൽക്കാനുള്ള നിർബന്ധിതാവസ്ഥയുണ്ട്. പക്ഷെ ഇസ്ലാമിന് ആ നിർബന്ധിതാവസ്ഥയില്ല. ഇത് നാം മനസ്സിലാക്കേണ്ടതാണ്. കാലത്തിന്റെ അതിർത്തിയിൽ നിൽക്കാത്ത ഇസ്ലാമിനെയാണ് കാലത്തിന്റെ അതിർത്തിക്കുള്ളിൽ നിൽക്കുന്ന നമ്മൾ അവതരിപ്പിക്കുന്നത്. അതുകൊണ്ട് പലപ്പോഴും 19ാം നൂറ്റാണ്ടിലെ ഇസ്ലാമും 20ാം നൂറ്റാണ്ടിലെ ഇസ്ലാമും 21ാം നൂറ്റാണ്ടിലെ ഇസ്ലാമും ഒക്കെ ചിലപ്പോൾ വ്യത്യസ്തമായിരിക്കും എന്ന ഒരവസ്ഥ മാത്രമേ ഉള്ളൂ. എന്നാൽ അള്ളാഹുവിന്റെ ദീനിനെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന കാലത്തിന്റെ അതിർത്തികൾ അതിന് ബാധകമല്ല. ഈ കാലത്തിന്റെ അതിർത്തികൾ ബാധകമല്ല എന്ന് ഞാൻ പറയാൻ ഒരുപാട് ഉദാഹരണങ്ങൾ ഞാൻ വിവരിക്കേണ്ടതുണ്ട്. ഇപ്പോൾ നമ്മൾ 21ാം നൂറ്റാണ്ടിന്റെ പടിവാതിൽക്കലാണല്ലോ. ഏകദേശം 4 കൊല്ലക്കാലം കഴിഞ്ഞാൽ നമ്മൾ 21ാം നൂറ്റാണ്ടിലെത്തും. 20ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിലെയും 21ാം നൂറ്റാണ്ടിലെ ആദ്യത്തിലെയും ഏറ്റവും വലിയ സംഭവം എന്തായിരിക്കും എന്നതിനെ സംബന്ധിച്ച് എന്റെ മനസ്സിലുള്ള കാഴ്ചപ്പാട്, നിങ്ങളിൽ പലർക്കും അറിയാവുന്ന ഇന്റർനെറ്റ് എന്ന് പറയുന്നൊരു ഏർപ്പാടുണ്ടല്ലോ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമോ എന്ന് എനിക്കറിയില്ല. ഇന്റർനെറ്റ് എന്ന് പറഞ്ഞാൽ അത്യന്തമായ വേഗത്തിൽ അറിവുകൾ അന്യോന്യം കൈമാറ്റം ചെയ്യുവാനുള്ള അത്യാധുനികമായ സംവിധാനമാണ് ഇൻഫർമേഷൻ ഹൈവേ എന്ന ഓമനപ്പേരിൽ വിളിക്കപ്പെടുന്ന ഇന്റർനെറ്റ് എന്ന സംവിധാനം. എല്ലാ കമ്പ്യൂട്ടറുള്ള ആളുകൾക്കും ഒരു മോഡം എന്ന ഉപകരണവും ഒരു ഫാക്സും ഒരു ടെലിഫോൺ കണക്ഷനും ഇന്റർനെറ്റിന്റെ അഖില ലോക ശൃംഖലകളുമായി ബന്ധിപ്പിക്കുന്ന ആ ബന്ധവും ഉണ്ടെങ്കിൽ നമുക്കൊക്കെയും ഇന്റർനെറ്റ് എന്ന് പറയുന്ന മഹാത്ഭുതത്തിൽ പങ്കാളികളാകാൻ കഴിയും. ഈ ഇന്റർനെറ്റിനെ സംബന്ധിച്ച മഹാപ്രതീക്ഷ എന്താണ്? ലോകത്തങ്ങോളം ഇങ്ങോളമുള്ള അറിവിന്റെ സമാഹാരങ്ങൾ മുഴുവൻ ആ ഹൈവേയിലൂടെ നമ്മുടെ മുമ്പിൽ എത്തിച്ചേരാനുള്ള സാധ്യത. അതാണ് ഇന്റർനെറ്റിന്റെ മഹാത്ഭുതം. കോഴിക്കോട്ട് REC കോളേജിൽ ഇന്റർനെറ്റ് വന്നു. ഇന്റർനെറ്റ് വന്നിട്ട് എന്തുണ്ടായി? എന്റെ ഒരു സുഹൃത്ത് എനിക്ക് പറഞ്ഞു തന്നത്, അവിടെ ഏറ്റവും പുതിയ അറിവ്, ഏറ്റവും പ്രസക്തമായ അറിവ്, ഏറ്റവും ആധുനികമായ അറിവ്
വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും ലഭ്യമാക്കാൻ വേണ്ടി അത് വിനിയോഗിക്കാനുള്ള സാധ്യതയ്ക്ക് പകരം ഇന്ന് ആ ഉപകരണം അവർ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് അവിടുത്തെ വിദ്യാർത്ഥികൾക്ക് ലോകത്തങ്ങോളം ഇങ്ങോളമുള്ള അശ്ലീല പടങ്ങൾ കണ്ട് ആസ്വദിക്കാൻ വേണ്ടിയാണ്. വേറെ എവിടൊന്നും കിട്ടാത്ത, ഒരു തിയേറ്ററിലും കാണാൻ പറ്റാത്ത തരത്തിലുള്ള ഏറ്റവും വൃത്തികെട്ട ലൈംഗിക ചിത്രങ്ങൾ ഇന്റർനെറ്റിലൂടെ സമൃദ്ധമായി കണ്ട് ആസ്വദിക്കാം. അതിനുവേണ്ടി RECയിലെ വിദ്യാർത്ഥികൾ മത്സരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ്. ഇതെന്താ? ഇന്റർനെറ്റ് തീർച്ചയായും മഹത്തായ നേട്ടമാണ്, അത്ഭുതാവഹമായ നേട്ടമാണ്. ആ നേട്ടത്തിന് രണ്ടു വശമുണ്ട്. ആ ഇന്റർനെറ്റിന് ഏറ്റവും നല്ല അറിവ്, ഏറ്റവും പ്രസക്തമായ അറിവ്, ഏറ്റവും പ്രയോജനകരമായ അറിവ് ലോകത്തങ്ങോളം ഇങ്ങോളം പകരാൻ വേണ്ടി അത് ഉപയോഗപ്പെടുത്താം. പക്ഷെ അതേ ഇന്റർനെറ്റിന് തന്നെ ഏറ്റവും വൃത്തികെട്ട ലൈംഗിക ചിത്രങ്ങൾ കണ്ടിട്ട് ജീവിതമാകെ ദുഷിപ്പിക്കാൻ വേണ്ടി ഉപയോഗപ്പെടുത്താം. അപ്പോൾ ഇന്റർനെറ്റ് ഒരു ഹ്യൂമനൈസർ ആകണമോ ഡീഹ്യൂമനൈസർ ആകണമോ? ഇത് മൗലികമായ പ്രശ്നമാണ്. ഇന്റർനെറ്റ് എന്ന മഹാവിസ്മയത്തെ ഈ നൂറ്റാണ്ടിന്റെ അവസാനത്തിലെയും അടുത്ത നൂറ്റാണ്ടിന്റെ ആരംഭത്തിലെയും ആഗോള ദിശയുടെ ഏറ്റവും വിസ്മയകരമായ ഉൽപ്പന്നമായ ഇന്റർനെറ്റിനെ നാം എന്തിനു വേണ്ടി ഉപയോഗപ്പെടുത്തണം? ഹ്യൂമനൈസേഷൻ, മനുഷ്യനെ കൂടുതൽ മനുഷ്യത്വമുള്ളവനാക്കി തീർക്കുക, മനുഷ്യനെ സാക്ഷാൽ മനുഷ്യനാക്കുക എന്ന ആ ലക്ഷ്യത്തിന് വേണ്ടി വിനിയോഗിക്കണമോ? അതല്ല ഡീഹ്യൂമനൈസേഷൻ, മനുഷ്യനെ മനുഷ്യത്വത്തിന്റെ വിധാനത്തിൽ നിന്ന് താഴോട്ട് നിരന്തരമായി അധപ്പതിപ്പിക്കുന്ന ആ പ്രക്രിയയ്ക്കുള്ള ഒരു ഉപകരണമാക്കി മാറ്റണമോ എന്ന മൗലികമായ പ്രശ്നം ഇന്റർനെറ്റിന്റെ മുമ്പിലുണ്ട്. ആ പ്രശ്നത്തിന് ഇന്റർനെറ്റ് എന്ന സംവിധാനത്തിന്റെ ഉള്ളിൽ ആ പ്രശ്നത്തിന്റെ ഉത്തരമില്ല. ഇന്ന് വിൻഡോസ് 95 ഏറ്റവും വലിയ കമ്പ്യൂട്ടർ പാക്കേജ്. വിൻഡോസ് 96 ഇറങ്ങിയിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. വിൻഡോസ് 95 എന്ന അത്ഭുതകരമായ പാക്കേജിലൂടെ മാനവരാശിയെ അമ്പരപ്പിച്ച വ്യക്തിയെപ്പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. എന്താണ് അദ്ദേഹത്തിന്റെ പേര്? ബിൽ ഗേറ്റ്സ്. ഈ ബിൽ ഗേറ്റ്സ് തന്റെ ബുദ്ധി കൊണ്ട്, സ്വന്തം ബുദ്ധി കൊണ്ട്, സ്വന്തം പ്രതിഭ കൊണ്ട്, സ്വന്തം ഗവേഷണം കൊണ്ട് ലോകത്തിൽ ഏറ്റവും കൂടുതൽ പണമുണ്ടാക്കിയ ആളാണ്. ഈ കാലഘട്ടത്തിൽ ലോകത്തിൽ ഒരുപാട് ധനികന്മാരുണ്ട്, പക്ഷെ സ്വന്തം അധ്വാനം കൊണ്ട് ലോകത്ത് ഏറ്റവും കൂടുതൽ ധനം ഉണ്ടാക്കിയ ആളാണ് ബിൽ ഗേറ്റ്സ്. ആ ധനം എല്ലാം കൂടി അയാൾ എന്തിനു വേണ്ടി വിനിയോഗിച്ചു? 3000 കോടി ഡോളറിന്റെ ഒരു വീട്, 1,00,000 കോടി രൂപയുടെ ഒരു വീട്. ആ വീട്ടിനുള്ളിൽ എന്തുണ്ട്? എല്ലാവിധ ധൂർത്തിന്റെ ഉപാധികളുമുണ്ട്. ഇദ്ദേഹം 95 ഈ ഭൂമിയിൽ ആകെയുള്ള മനുഷ്യന്റെ ബൗദ്ധികമായ കഴിവിന്റെയും ശ്രമങ്ങളുടെയും വാതായനങ്ങൾ, അപൂർവമായ വാതായനങ്ങൾ തുറന്നുവച്ച വിൻഡോസ് എന്ന പാക്കേജിന്റെ ഉപജ്ഞാതാവാണ്. ആ പാക്കേജും അതിന്റെ ഉപജ്ഞാതാവുമൊക്കെ അവരുടെ ബൗദ്ധികമായ കഴിവുകൾ ഞാൻ നേരത്തെ പറഞ്ഞ ഹ്യൂമനൈസേഷന് വേണ്ടി വിനിയോഗിക്കുന്നോ അതല്ല ഡീഹ്യൂമനൈസേഷന് വേണ്ടി വിനിയോഗിക്കുന്നോ എന്ന മൗലികമായ പ്രശ്നമുണ്ട്. ഈ പ്രശ്നത്തിന് ഉത്തരം വിൻഡോസ് എന്ന പാക്കേജിന്റെ ഉള്ളിലില്ല, ബിൽ ഗേറ്റ്സിന്റെ ചര്യക്കുള്ളിലില്ല. ഇതിന് ഉത്തരം കാണേണ്ടതുണ്ട്. ഇതാണ് 21ാം നൂറ്റാണ്ടിലേക്ക് കാൽവെക്കുന്ന സമയത്ത് ഇവിടുത്തെ ഒരു ബൗദ്ധികമായ ശ്രമത്തിലൂടെയും കണ്ടെത്താൻ കഴിയാത്ത മനുഷ്യനെ മനുഷ്യനാക്കി തീർക്കുന്ന ഒരു മഹാസംരംഭം ആവശ്യമുണ്ട്. ആ സംരംഭം ദൈവിക മതത്തിലല്ലാതെ വേറെ എവിടെയുമില്ല. ആ സംരംഭം അതിന്റെ തനിമയോടുകൂടി, ദൈവിക മതത്തെ അതിന്റെ തനിമയോടുകൂടി, അതിന്റെ കാലികമായ പ്രസക്തിയോടുകൂടി, അതിന്റെ മൗലികതയോടുകൂടി അവതരിപ്പിക്കുവാൻ ഇന്ന് സലഫി പ്രസ്ഥാനമല്ലാതെ ലോകത്ത് വേറൊരു പ്രസ്ഥാനമില്ല. അതുകൊണ്ട് തന്നെ 20ാം നൂറ്റാണ്ടിന്റെ ഹ്യൂമനൈസിംഗ് ഫാക്ടർ, 20ാം നൂറ്റാണ്ടിലെ മനുഷ്യനെ സാക്ഷാൽ മാനവികതയിലേക്ക് നയിക്കുന്ന മൗലികമായ ഘടകം എന്ന നിലക്ക് ഈ ആശയത്തെ, ദൈവികമായ മതത്തെ അവതരിപ്പിക്കാനുള്ള കടപ്പാട് നമുക്കുണ്ട്. ആ രംഗത്ത് നമുക്ക് എത്രത്തോളം വിജയിക്കാൻ കഴിയില്ല എന്നുള്ളത് മൗലികമായ ഒരു പ്രശ്നമാണ്. ഞാൻ വളരെ ചെറിയ ഉദാഹരണത്തിലൂടെ ഈ കാര്യം വ്യക്തമാക്കിയത് എന്ന് വെച്ചാൽ, മനുഷ്യന്റെ മുമ്പിൽ 2 മാർഗങ്ങളുണ്ട്. ഒന്ന് അഭൂതപൂർവമായ ഭൗതികവും ബൗദ്ധികവുമായ, മെറ്റീരിയലും ഇന്റലക്ച്വലുമായ നിരന്തരമായ പഠന മനന ഗവേഷണ
ഗവേഷണങ്ങളിലൂടെ നിർമ്മിതികളിലൂടെ നാഗരികതയെ മുന്നോട്ട് നയിക്കുന്ന ഒരു മാർഗം അത് മനുഷ്യന്റെ മുമ്പിലുണ്ട്. അതിന്റെ കൂടെ തന്നെ മനുഷ്യനെ മനുഷ്യനല്ലാതാക്കി തീർത്തുകൊണ്ടിരിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാൻ ഇന്റർനെറ്റിന്റെ ദുരുപയോഗത്തെ പറ്റി പറഞ്ഞ പോലെ വേറെയുള്ള കാര്യങ്ങളൊന്നും ഞാൻ വിശദീകരിക്കുന്നില്ല, സമയം അതിന് അപര്യാപ്തമാണ്. അപ്പൊ ഈ രണ്ട് മാർഗങ്ങൾ ഖുർആനിൽ നജിദൈനി എന്ന് പറഞ്ഞത് ഈ രണ്ട് മാർഗങ്ങളെ പറ്റിയാണോ എന്ന് ഞാൻ സംശയിക്കുന്നു. ഞാൻ ഉറപ്പിച്ചു പറയുന്നില്ല. നജിദ് എന്ന് പറഞ്ഞാൽ ഉയർന്നു നിൽക്കുന്ന തെളിഞ്ഞു നിൽക്കുന്ന പാത എന്നാണ് വാക്കിന്റെ അർത്ഥം. ആ നജിദൈനി എന്ന് പറഞ്ഞാൽ തെളിഞ്ഞു ഉയർന്നു നിൽക്കുന്ന രണ്ട് പാതകൾ. ആ രണ്ട് പാതകളിൽ ഒന്ന് ഭൗതിക നാഗരികതയുടെ നിരന്തരമായ ഔന്നത്യത്തിന്റെ അനുസ്യൂതമായ ഔന്നത്യത്തിലേക്കുള്ള പ്രയാണത്തിന്റെ പാതയായിരിക്കാം. മറ്റൊന്ന് മനുഷ്യനെ ഹ്യൂമനൈസ് ചെയ്തുകൊണ്ടിരിക്കുന്ന, നിരന്തരമായി മാനവീകരിച്ചുകൊണ്ടിരിക്കുന്ന, നിരന്തരമായി മഹത്വത്തിന്റെ പടികളിലേക്ക് ഉയർത്തിക്കൊണ്ടിരിക്കുന്ന ആത്മീയവും മാനസികവും ഭൗതികവുമായ സമഗ്രമായ വികാസത്തിന്റെയും സംസ്കരണത്തിന്റെയും പാതയിലേക്ക് നയിക്കുന്ന പ്രവാചകന്മാരുടെ പാതയായിരിക്കാം മറ്റേ പാത. ഈ രണ്ട് പാതയിലൂടെയും പോകാനുള്ള ഗൈഡൻസ് മാനവരാശിക്ക് എക്കാലത്തും ലഭിച്ചിട്ടുണ്ട്. പക്ഷേ ബുദ്ധിമാന്മാരും പ്രതിഭാശാലികളും ഒക്കെ ആയിട്ടുള്ള ആളുകൾ ആത്മീയവും മാനസികവും ഭൗതികവുമായ ഒന്നിച്ചുള്ള അതിന്റെ ആ മാർഗമുണ്ടല്ലോ, അത് വിസ്മരിക്കുകയാണ് ചെയ്യുന്നത്. ഈ രംഗത്താണ് യഥാർത്ഥത്തിൽ ഇസ്ലാമിക പ്രസ്ഥാനങ്ങൾ അല്ലെങ്കിൽ മനുഷ്യനെ മാനവീകരിക്കുന്ന പ്രസ്ഥാനങ്ങൾ എന്ന് പറയുന്ന പ്രസ്ഥാനങ്ങളുടെ ഏറ്റവും വലിയ പ്രസക്തി. ഇങ്ങനെ കാലത്തോടൊപ്പിച്ച് അല്ലെങ്കിൽ കാലത്തിന്റെ മുമ്പിൽ ഇസ്ലാമിനെ നടത്തുക എന്ന ഉത്തരവാദിത്വം നമ്മിൽ അർപ്പിതമായിട്ടുണ്ട്. ഈ ഉത്തരവാദിത്വം ഇസ്ലാമിന്റെ ആരംഭകാലം മുതൽ അർപ്പിച്ചു പോന്ന ആളുകളിൽ ചില ആളുകൾ ശരിയായ മാർഗത്തിൽ നിലനിന്നു, ചില ആളുകൾ തെറ്റായ മാർഗത്തിൽ പോയി. ഈ ശരി ഏതായിരുന്നു തെറ്റേതായിരുന്നു എന്നുള്ളതിനെ സംബന്ധിച്ച് വ്യക്തമായ ഒരു വിവരണം ആവശ്യമുണ്ട്. ഞാൻ അതിലേക്ക് മാത്രമാണ് നിങ്ങളുടെ ശ്രദ്ധ ഈ സമയത്ത് ക്ഷണിക്കാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ അറബി ഭാഷ പഠിച്ചിട്ട് ഗ്രന്ഥങ്ങൾ പാരായണം ചെയ്യാൻ വേണ്ടി ശ്രമിച്ചാൽ നിങ്ങളുടെ മുമ്പിൽ രണ്ടു തരം ഗ്രന്ഥങ്ങൾ കാണാം. ഒന്ന് ഖുർആനും മറ്റൊന്ന് ഹദീസും. ഇത് രണ്ടും അന്ന് എത്ര പ്രസക്തമായിരുന്നോ ഇന്നും അതുപോലെ പ്രസക്തമാണ്. ഇപ്പൊ ഇന്നുമല്ല അഅ്മാലു ബിന്നിയ്യാത്ത്, ഖുർആന്റെ കാര്യം ഞാൻ പറയേണ്ടതില്ല, ഞാൻ ധാരാളം പറയുകയും വിശദീകരിക്കുകയും ചെയ്യുന്നതാണ്, ഞാനിപ്പോൾ ശ്രമിക്കുന്നില്ല. ഇന്നുമല്ല അഅ്മാലു ബിന്നിയ്യാത്ത്, കർമ്മങ്ങളുടെ മൂല്യം ആ കർമ്മങ്ങൾ ചെയ്യുന്ന ആളുടെ ഉദ്ദേശത്തിനനുസരിച്ചായിരിക്കും, അയാളുടെ ഉദ്ദേശശുദ്ധിയാണ് അതിന്റെ മൂല്യം നിർണ്ണയിക്കുന്നത് എന്ന ആ തത്വം. ഈ തത്വം അന്ന് എത്ര പ്രസക്തമായിരുന്നോ അതുപോലെ തന്നെ ഇന്നും പ്രസക്തമാണ്, നാളെയും പ്രസക്തമായിരിക്കും. എന്നാൽ അതേ അവസരത്തില് ഉസല്ലി ഫർളൽ ളുഹ്രി അർബഅ റക്അഅത്തിൻ മുതവജ്ജിഹൻ ഇലൽ കഅബത്തി ഇമാമൻ അല്ലെങ്കിൽ മൗമൂമൻ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയുണ്ടല്ലോ. ഞാൻ ളുഹ്ർ എന്ന ഫർള് അങ്ങനെ നിസ്കരിക്കുന്നു ഇങ്ങനെ നിസ്കരിക്കുന്നു എന്ന് പറയുകയും അത് ഒരേ സമയത്ത് മനസ്സിലുണ്ടാവുകയും പിന്നെ അതേ സമയത്ത് തന്നെ അത് നാവിലുണ്ടാവുകയും അത് അല്ലാഹു അക്ബറിന്റെ അലിഫ് മുതൽ റാ വരെ ഉണ്ടാവുകയും പിന്നെ നിസ്കാരത്തിന് അവസാനം വരെ ഉണ്ടാവുകയും ഒക്കെ ചെയ്യണം എന്നൊക്കെ കൂടി പറഞ്ഞിട്ട് നിയ്യത്തും ഉണ്ടായി തീർന്നിട്ടുള്ള വസ്വാസുകളുണ്ടല്ലോ. പല ആളുകൾക്കും നിയ്യത്ത് കൊണ്ട് നിസ്കരിക്കാൻ തന്നെ പറ്റാത്ത ഏടാകൂടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ ജാതിയിലുള്ള വിവരണങ്ങളുണ്ടല്ലോ, നമ്മളെ ഫിഖ്ഹിന്റെ കിതാബിലൊക്കെ കടന്നുകൂടിയിട്ടില്ല. ആ ജാതി ഒരു നിയ്യത്തിനെ പറ്റി ഇന്ന് ഒരു അല്പസ്വല്പം കോമൺ സെൻസ് ഉള്ള ഒരു മനുഷ്യനോട് സംസാരിച്ചാൽ നമുക്ക് ആ നിയ്യത്തും വേണ്ടെങ്കിൽ ഇസ്ലാമത്തിനും വേണ്ടെന്ന്. നമ്മുടെ ഫിഖ്ഹിന്റെ കിതാബുകളുണ്ട്, മസാല കിതാബുകള്. ആ മസാല കിതാബുകള് ഉദ്ദേശശുദ്ധിയെ സംബന്ധിച്ച മൗലികമായ ഒരു ഇസ്ലാമിന്റെ അധ്യാപനത്തെ എങ്ങനെ ജീർണമാക്കി, എങ്ങനെ കാലഹരണപ്പെട്ടതാക്കി എന്നുള്ളതിന് ഉദാഹരണമാണ് ഞാനീ പറഞ്ഞത്. അപ്പൊ മുസ്ലിങ്ങൾ എഴുതിയ ഗ്രന്ഥങ്ങളുടെ കൂട്ടത്തിലും അവരുടെ വിശദീകരണങ്ങളുടെ കൂട്ടത്തിലും ഈ ജാതി കാലഹരണപ്പെട്ട മാറാപ്പുമുണ്ട്, കാലഹരണപ്പെടാത്ത മഹാതത്വങ്ങളുമുണ്ട്. ഈ കാലഹരണപ്പെടാത്ത മഹാതത്വങ്ങളെ ഉയർത്തിപ്പിടിക്കാനും കാലഹരണപ്പെടുന്ന മാറാപ്പുകൾ ജനങ്ങളുടെ മേൽ കെട്ടിയേൽപ്പിക്കാതിരിക്കാനും മാത്രമുള്ള സന്മനസ്സും ആദർശശുദ്ധിയും കാണിച്ച ആളുകൾ, അവരാണ് ഇസ്ലാമിനെ കാലത്തിന് മുമ്പിൽ നടത്തുന്ന കാര്യത്തിൽ ചരിത്രത്തിലുടനീളം നിർണായകമായ പങ്കുവഹിച്ച ആളുകൾ. പിന്നെ വേറൊരു കാര്യം, അതെന്താണെന്ന് വെച്ചാൽ ഓരോ കാലഘട്ടത്തിലും തത്വശാസ്ത്രങ്ങൾ ഉണ്ടാകും. ഞാനൊക്കെ പ്രസംഗിക്കാൻ തുടങ്ങുന്ന കാലത്ത് മാർക്സിസം എല്ലാറ്റിനേക്കാളും വലിയ തത്വശാസ്ത്രമായിട്ടായിരുന്നു ചെറുപ്പക്കാരൊക്കെ മുറുകെ പിടിച്ചുകൊണ്ട്. ഇന്ന് കമ്മ്യൂണിസ്റ്റുകാർ കേരളത്തിൽ ഭരണം നടത്തുന്നുള്ളത് വേറെ വിഷയം. ഇന്നിപ്പോൾ വൈരുദ്ധ്യാത്മക ഭൗതികവാദം,
ചരിത്രത്തിന്റെ ഭൗതിക വ്യാഖ്യാനം, മിച്ചമൂല്യ സിദ്ധാന്തം എന്നൊക്കെ പറയുന്ന മാർക്സിസത്തിന്റെ അടിസ്ഥാന തത്വങ്ങളുണ്ടല്ലോ, ആ തത്വങ്ങളെ പറ്റി ആരും ചർച്ച ചെയ്യുന്നതന്നില്ല. അതൊക്കെ ചർച്ച ചെയ്യുന്ന ഒരു മീറ്റിംഗിൽ കേൾക്കാൻ മനുഷ്യനെ കിട്ടാത്തൊരവസ്ഥ എന്ന് വന്നിട്ടുണ്ട്. പക്ഷെ ഞാനൊക്കെ പ്രസംഗിക്കാൻ തുടങ്ങുന്ന കാലത്ത് ഇതിനൊക്കെയാണ് വലിയ പ്രാധാന്യം. അപ്പോ ഒരാള് ഇസ്ലാമിനെയും മാർക്സിസത്തെയും താരതമ്യം ചെയ്യുമ്പോൾ ഒന്നുകിൽ അയാൾ രണ്ടാലോ നിലപാട് സ്വീകരിക്കുന്നു. ഒന്നുകിൽ കാറൽ മാർക്സ് പറഞ്ഞത് തന്നെയാണ് മുഹമ്മദ് നബിയും പറഞ്ഞത്. അസ്ഗർ അലി എഞ്ചിനീയർ പോലത്തെ ആൾക്കാരുടെ സമീപനം അങ്ങനെയാണ്. എന്ന് മാത്രമല്ല, മുഹമ്മദ് നബി പറഞ്ഞതിനേക്കാൾ കുറച്ചും കൂടി മെച്ചത്തിലാണ് സാമൂഹ്യ നീതിയെപ്പറ്റിയും സാമ്പത്തിക നീതിയെപ്പറ്റിയും ഒക്കെ മാർക്സ് പറഞ്ഞത് എന്നൊക്കെ തരത്തില് അങ്ങനെ മാർക്സിന്റെ മുമ്പിൽ മുഹമ്മദ് നബിയെ ഒരു മാപ്പുസാക്ഷിയാക്കുന്ന രീതിയിൽ അങ്ങനെ കമ്മ്യൂണിസത്തെ താരതമ്യം ചെയ്ത ആളുകൾ ഉണ്ടായിട്ടുണ്ട്. പിന്നെ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് മാർക്സിസത്തിന്റെയും മുതലാളിത്തത്തിന്റെയും നടുവിൽ നിൽക്കാൻ പറ്റുന്ന ഒരു ഐഡിയോളജിയാണ് ഇസ്ലാം എന്ന് പറഞ്ഞാലേ ഇസ്ലാമിനെ ഇനി നിലനിർത്താൻ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞവരുണ്ട്. നിങ്ങൾ പറഞ്ഞ തൗഹീദും അഖീദയും ഈമാനും ഇസ്ലാമും അതൊക്കെ കാലഹരണപ്പെട്ട കാര്യങ്ങളാണ്. ഇന്നിപ്പോൾ ഇനിവിടുന്ന് അങ്ങോട്ട് ഇസ്ലാം ദീൻ നിലനിൽക്കണമെങ്കിൽ എന്ത് വേണം? ഇസ്ലാം ദീനിനെ ഇങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. എങ്ങനെ? an ideology between socialism and capitalism. ഇസ്ലാം ക്യാപിറ്റലിസത്തിന്റെയും സോഷ്യലിസത്തിന്റെയും നടുവിൽ നിൽക്കാൻ യോഗ്യതയുള്ള ഒരു മധ്യമമായ ഒരു ഐഡിയോളജി, ഒരു പ്രത്യയശാസ്ത്രമാകുന്നു ഇസ്ലാം എന്ന് പറഞ്ഞാലേ ഇനി ഇവിടെ അങ്ങോട്ട് ഇസ്ലാമിന് മാർക്കറ്റ് ഉണ്ടാവുകയുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് ചില ആളുകൾ മാർക്സിസത്തെയും ഇസ്ലാമിനെയും താരതമ്യം ചെയ്തത്. ഇന്നിപ്പോ അങ്ങനത്തെ ആവശ്യം തന്നെയില്ല. ഇസ്ലാമിന് മാർക്കറ്റ് ഉണ്ടാകണമെങ്കിൽ അപ്പുറത്ത് മുതലാളിത്തത്തെയും ഇപ്പുറത്ത് കമ്മ്യൂണിസത്തെയും നിർത്തേണ്ട ഒരു ആവശ്യം തന്നെ ഇന്നില്ല. അങ്ങനെ നിർത്തുന്നതിൽ വലിയ തെറ്റുമുണ്ട്. കാരണം ഈ ദുനിയാവിലെ താൽക്കാലികമായ സാമ്പത്തിക സാമൂഹിക താൽപര്യങ്ങൾക്ക് വേണ്ടി മനുഷ്യന്മാർ അവരുടെ പരിമിതമായ അറിവും അനുഭവവും വെച്ച് തട്ടിപ്പടച്ചതാണ് ഈ പറഞ്ഞ പ്രത്യയശാസ്ത്രങ്ങളൊക്കെ. അതേ അവസരത്തിൽ ലോകാവസാനം വരെയുള്ള മനുഷ്യർക്ക് സമ്പൂർണ്ണ മാർഗദർശനത്തിന് വേണ്ടി പടച്ചവൻ അവതരിപ്പിച്ചതാണ് ഇസ്ലാം ദീന്. അപ്പോ എല്ലാം അറിയുന്ന അള്ളാഹു അവതരിപ്പിച്ച സമ്പൂർണമായ ദീനിനെ ആളുകൾക്ക് പരിചയപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ മനുഷ്യന്മാർ തട്ടിപ്പടച്ച രണ്ട് പ്രത്യയശാസ്ത്രങ്ങളുടെ നടുവിലെ ആചാര്യർ പ്രത്യയശാസ്ത്രമായിട്ട് ഇസ്ലാമിനെയും അവതരിപ്പിച്ചാലേ മതിയാവുകയുള്ളൂ എന്ന് തോന്നുന്നവരെ യഥാർത്ഥത്തിൽ ഇസ്ലാമിനെ ഈ രണ്ട് പ്രത്യയശാസ്ത്രങ്ങൾക്കിടയിൽ സാൻഡ്വിച്ച് ചെയ്യുകയാണ് ചെയ്തത് എന്ന വസ്തുത നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോ ഇങ്ങനെയുള്ള താരതമ്യങ്ങൾ പണ്ട് കാലത്തും ഇത് സംഭവിച്ചിട്ടുണ്ട്. ഇസ്ലാമിന്റെ ആദ്യ നൂറ്റാണ്ടുകളിലെ 2ാം നൂറ്റാണ്ടിലും 3ാം നൂറ്റാണ്ടിലുമൊക്കെ ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും ബാഗ്ദാദിലേക്കും അതുപോലെ ഡമസ്കസിലേക്കും ബസ്രയിലേക്കും കൈറുവാനിലേക്കുമൊക്കെ ഇന്ത്യയിൽ നിന്നും ഗ്രീസിൽ നിന്നും റോമിൽ നിന്നും പേർഷ്യയിൽ നിന്നും ദർശനങ്ങൾ, ഫിലോസഫികൾ കടന്നു വന്നു. ചില മുസ്ലിങ്ങളൊക്കെ അതിൽ അങ്ങേയറ്റം ആകൃഷ്ടരായി. അരിസ്റ്റോട്ടൽ, സോക്രട്ടീസിന്റെയും പ്ലാറ്റോയുടെയും അരിസ്റ്റോട്ടലിന്റെയും ഗാലന്റെയും ഒക്കെ തത്വശാസ്ത്രങ്ങളിൽ ആകൃഷ്ടരായ ചില മുസ്ലിങ്ങൾ, ഇബ്നു റുഷ്ദിനെ പോലെയുള്ള ആളുകൾ പറഞ്ഞു, ഇസ്ലാമിന്റെ തത്വശാസ്ത്രത്തെ, ഇസ്ലാമിന്റെ ദർശനത്തെ ഇനിമേൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയണമെന്നുണ്ടെങ്കിൽ, കാലത്തിന്റെ മുമ്പിൽ നടത്താൻ കഴിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു കാര്യം ചെയ്തേ തീരൂ. അതെന്താണ്? സോക്രട്ടീസിന്റെ മൗൾഡിൽ ഇസ്ലാമിനെ വാർത്തെടുക്കണം, അരിസ്റ്റോട്ടലിന്റെ മൗൾഡിൽ ഇസ്ലാമിനെ വാർത്തെടുക്കണം, പ്ലാറ്റോയുടെ മൗൾഡിൽ ഇസ്ലാമിനെ വാർത്തെടുക്കണം. ഗ്രീക്ക് ദർശനത്തിന്റെ ചട്ടക്കൂടിനുള്ളിൽ ഇസ്ലാമിനെ വീണ്ടും അഴിച്ചുടച്ചു വാർത്തെങ്കിലല്ലാതെ ഇനി ഇസ്ലാമിന്റെ ദർശനങ്ങളുടെ മുമ്പിൽ, സിദ്ധാന്തങ്ങളുടെ മുമ്പിൽ നടത്താൻ കഴിയുകയില്ല എന്ന് ഇബ്നു റുഷ്ദിനെ പോലെയുള്ള ആളുകൾ പറഞ്ഞു. ഒരളവോളം ഗസാലിയെ പോലെയുള്ള ആളുകളും അത്രത്തോളം അല്ലെങ്കിലും അതിന്റെ താഴെ കണ്ടൊക്കെ ആ തരംഗത്തിന്റെ പിന്നാലെ പോകാൻ നിർബന്ധിതരാവുകയുണ്ടായി. ഞാൻ അവരെ ആക്ഷേപിക്കുകയല്ല ചെയ്യുന്നു. ഇന്നിപ്പോൾ നിങ്ങൾ എടുത്തു നോക്കൂ, അന്ന് ഇബ്നു റുഷ്ദ് എഴുതിയ തഹാഫുത്തുൽ ഫലാസിഫ, അതുപോലെ ഗസാലിയുടെ തഹാഫുത്ത് അങ്ങനെ പുസ്തകത്തിന്റെ പേരെന്താണ് എന്റെ ഓർമ്മ. ഞാൻ ആ പുസ്തകങ്ങളൊക്കെ ഒരു കാലത്ത് വായിച്ചു പഠിച്ചാണ്. ഇന്ന് ആ പുസ്തകങ്ങളിലെ ഒരു ഖണ്ഡിക വായിച്ച് നിങ്ങൾ കേട്ടാൽ വലിച്ചെറിയൂ നിങ്ങൾ പറയും. നിങ്ങൾ മാത്രമല്ല, ബുദ്ധിയുള്ള ആളുകളൊക്കെ പറയും. എന്ന് പറഞ്ഞാൽ തീർത്തും അത് കാലഹരണപ്പെട്ടിരിക്കുകയാണ്. അരിസ്റ്റോട്ടലിന്റെയും പ്ലാറ്റോയുടെയും സോക്രട്ടീസിന്റെയും ചിന്തയുടെ മൂശയിൽ വാർത്തെടുത്ത, അങ്ങനെ ഉണ്ടാക്കി തീർത്ത ഇസ്ലാമിക ഫിലോസഫി.
ഇസ്ലാമിക ഫിലോസഫി ആവുന്നതല്ല. അങ്ങനെ പറയണമെങ്കിൽ പറയാമെന്ന് മാത്രം. യവന ദർശനത്തിന്റെ അച്ചിൽ വാർത്തെടുത്ത ഇസ്ലാമിക തത്വശാസ്ത്രം, ആ തത്വശാസ്ത്രത്തിന്റെ ഒരു ഖണ്ഡിക പോലും ഇന്ന് പ്രസക്തമല്ല, കാലഹരണപ്പെട്ടിരിക്കുകയാണ്. അപ്പൊ ഇങ്ങനെ ഉള്ള ദൗർബല്യം അള്ളാഹുവിന്റെ ദീനിനെ അതിന്റെ തനിമയോടെ, അതിന്റെ മൗലികതയോടെ, അത് എക്കാലത്തും പ്രസക്തമാണ്, എക്കാലത്തും ഏത് കാര്യത്തിലും മനുഷ്യർക്ക് വഴികാട്ടാൻ പര്യാപ്തമാണ് എന്ന തരത്തിലുള്ള ധീരമായ അവതരണം, ധീരമായ പ്രബോധനം അത് നടത്തിയവർ, എക്കാലത്തും അങ്ങനെ നടത്തിയവരുണ്ടായിട്ടുണ്ട്. അവർക്കൊക്കെ കാലത്തെ അതിവർത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇന്നും ചില പരിമിതികളൊക്കെ ഉണ്ടെങ്കിലും ഇബ്നു ജരീറിന്റെ ഖുർആൻ വ്യാഖ്യാനം ഹദീസുകൾ ആധാരമാക്കിക്കൊണ്ടും ഖുർആനിലെ മറ്റു വാക്യങ്ങൾ ആധാരമാക്കിക്കൊണ്ടും നടത്തിയ ഖുർആൻ വ്യാഖ്യാനം ഇന്നും പ്രസക്തമാണ്. അത് പൂർണ്ണമായി ഇന്നും കാലഹരണപ്പെട്ടിട്ടില്ല. എന്നാൽ റാസിയുടെ തഫ്സീർ ഇന്ന് അതിന്റെ 80% പ്രസക്തമല്ല. വളരെ ചെറിയ ശതമാനം മാത്രമേ പ്രസക്തമായിട്ട് നിലനിൽക്കുന്നുള്ളൂ. അതിന് കാരണം എന്താണെന്ന് പറഞ്ഞാൽ റാസിയുടെ വ്യാഖ്യാനങ്ങളുടെ സിംഹഭാഗവും ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ആ കാലഘട്ടത്തിലെ ചിന്തയുടെ മൂശയിൽ വാർത്തെടുക്കപ്പെട്ടതായിരുന്നു. അതേ അവസരത്തിൽ ഇബ്നു കസീറിന്റെ തഫ്സീറിന് ആ ദുരന്തം സംഭവിച്ചില്ല. ഇന്നും അദ്ദേഹത്തിന്റെ തഫ്സീർ മൗലികമായിട്ട് നിലനിൽക്കുന്നു. അപ്പൊ ഞാൻ ഈ പറഞ്ഞു വരുന്നത് അനശ്വരമായ അള്ളാഹുവിന്റെ വചനങ്ങൾ, അനശ്വരതയുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാർഗദർശനങ്ങൾ, അത് അതിന്റെ തനിമയോടുകൂടി പ്രബോധനം ചെയ്യുകയും എഴുതുകയും പ്രചരിപ്പിക്കുകയും ചെയ്ത ആദ്യകാലം മുതൽ ഇന്നേ വരെയുള്ള ഖുർആനിന്റെയും സുന്നത്തിന്റെയും വക്താക്കളായ പ്രബോധകന്മാർ അവർ ഇന്നും മാതൃകായോഗ്യരായി അംഗീകരിക്കപ്പെടുന്നു, നാളെയും അംഗീകരിക്കപ്പെടും. നമ്മൾ മാത്രമല്ല, ഇബ്നു തൈമിയ്യയ്ക്കും അദ്ദേഹത്തെ പോലെയുള്ള ആളുകൾക്കുമൊക്കെ നമ്മൾ മാത്രമല്ല അംഗീകാരം നൽകുന്നത്. ഈ കാലഘട്ടത്തിലെ ചിന്തിക്കുന്ന മനുഷ്യന്മാരെല്ലാം അംഗീകാരം നൽകുന്നുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളവും നമ്മുടെ മൗലികത അതാണ്. കേരളത്തിലെ ഇസ്ലാഹി പ്രസ്ഥാനത്തിന് വല്ല മൗലികതയും ഉണ്ട് എന്നുണ്ടെങ്കിൽ കാലഹരണപ്പെടുന്ന തത്വങ്ങൾക്ക് പിന്നാലെ പോകാതെ കാലഹരണപ്പെടാത്ത പ്രമാണങ്ങളുടെ പിന്നാലെ പോവുകയും ആ പ്രമാണങ്ങളിൽ ഊന്നി നിന്നുകൊണ്ട് സാക്ഷാൽ സത്യം ജനങ്ങളോട് സംസാരിക്കാൻ നാം തയ്യാറാവുകയും ചെയ്തു. ഇതാണ് ഈ നൂറ്റാണ്ടിന്റെ ആരംഭം മുതൽ ഇനി അടുത്ത നൂറ്റാണ്ടിന് അപ്പുറത്ത് എത്രയോ കാലം വരേക്കും നമുക്ക് നമ്മുടെ ചിന്തയുമായിട്ട് മുന്നോട്ട് പോകാനുള്ള കഴിവിന് ആധാരമായിട്ടുള്ളത്. ഞാൻ ഇനിയും ആ കാര്യം വേറെ വിശദീകരിക്കേണ്ടതുണ്ട് എന്ന് തോന്നുന്നില്ല. ഒന്ന് രണ്ട് ചില ഉദാഹരണങ്ങൾ കൂടി നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്താൻ ഉദ്ദേശിക്കാം. ഇപ്പൊ നിങ്ങൾ നോക്കൂ, നമ്മുടെ മദ്രസകളിലൊക്കെ അള്ളാഹു തആലയെ പറ്റി പഠിപ്പിക്കുന്നു. അള്ളാഹു തആലക്ക് 20 സിഫത്തുകൾ നിർബന്ധമാണെന്നും 20 സിഫത്തുകൾ മുസ്തഹീലാണെന്നും 1 സിഫത്ത് ജായിസാണെന്നും പറയുന്നു. എന്നാൽ അതിന്റെ എണ്ണം തിട്ടൊക്കെ ഞാൻ പറയുന്നില്ല, നിങ്ങൾ ദീനിയാത്തൊക്കെ വായിച്ചു നോക്കിയാൽ അറിയാവുന്നതാണ്. എന്നാൽ അതിൽ പറഞ്ഞ മൗജൂദാണ്, ഖദീമാണ്, അള്ളാഹു മൗജൂദാണ്, അള്ളാഹു ഖദീമാണ്, അള്ളാഹു ബാഖിയാണ്, ഈ അള്ളാഹു പിന്നെ അങ്ങനെ അല്ലാത്തവനാണ്, ഇങ്ങനെ അല്ലാത്തവനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ കാര്യങ്ങളുണ്ട്. ഈ കാര്യങ്ങളൊക്കെ ഇന്ന് ഒരു സാമാന്യ ബുദ്ധിയുള്ള ഒരാൾക്ക് അള്ളാഹുവിന്റെ മഹത്വമായി പഠിപ്പിച്ചു കൊടുത്താൽ അള്ളാഹുവിനെ പറ്റി അയാൾക്ക് പ്രത്യേകിച്ചൊരു മതിപ്പുണ്ടാകാൻ പോകുന്നില്ല. എന്നാൽ അള്ളാഹു റഹ്മാനാവുന്നു, അള്ളാഹു റഹീമാവുന്നു, അള്ളാഹു റബ്ബുൽ ആലമീനാവുന്നു, അള്ളാഹു മാലികു യൗമിദ്ദീനാവുന്നു, അള്ളാഹു മഅബൂദാവുന്നു, മുസ്തആനാവുന്നു, അള്ളാഹു സിറാത്തുൽ മുസ്തഖീം നേർവഴി കാണിക്കുന്നവനാവുന്നു എന്നുള്ളതൊക്കെ അതിന്റെ തനിമയോടുകൂടെ വിശദീകരിച്ചു കൊടുക്കുകയാണെങ്കിൽ ഇന്നുള്ള ഏത് ബുദ്ധിമാനും പ്രതിഭാശാലിക്കും അതിന്റെ മൗലികത മനസ്സിലാക്കാൻ കഴിയും. അപ്പൊ ഈ തരത്തിൽ കാലഹരണപ്പെടാത്ത പ്രമാണങ്ങളുടെ വെളിച്ചത്തില്, കാലഹരണപ്പെടാത്ത ശൈലിയില് ദൈവിക മതത്തെ, കുറ്റമറ്റ ദൈവിക മാർഗദർശനത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ അല്ലെങ്കിൽ ഇസ്ലാമിക പ്രസ്ഥാനത്തിന്റെ മൗലികത. ഈ രൂപത്തിൽ അതിനെ അടുത്ത നൂറ്റാണ്ടുകളിലേക്കും നമുക്ക് കൊണ്ടുപോകാൻ കഴിയും. ഈ കാര്യം ഇനിയും ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല. ഈ രംഗത്ത് നമ്മൾ ഊന്നിപ്പറയേണ്ട ചില കാര്യങ്ങൾ ഇപ്പോ ഒരു കാലത്ത് ഇവിടത്തെ ആളുകൾ പ്രചരിപ്പിച്ചിരുന്നു. ചിലർ പറഞ്ഞു പിന്നെ ടെസ്റ്റ് ട്യൂബ് ശിശു പിറന്നാൽ പിന്നെ ദൈവത്തിന് സ്ഥാനം ഉണ്ടാവുകയില്ല. ചിലർ പറഞ്ഞു ജീവന്റെ ആധാരമായ DNA കണ്ടുപിടിച്ചതോടുകൂടി ദൈവത്തിന് യാതൊരു സ്ഥാനമുള്ള ഇല്ലാതെയായി. ചിലപ്പോ ഈ ഇന്റർനെറ്റൊക്കെ വന്നാൽ ദൈവത്തിന് സ്ഥാനമില്ല എന്ന് വേണമെങ്കിൽ പറയാൻ കുറച്ച് ആൾക്കാരുണ്ടായിക്കൂടായികയില്ല. പക്ഷെ എങ്ങനെ ആയിരുന്നാലും ഖുർആനിൽ പറഞ്ഞ കാര്യമുണ്ടല്ലോ, ലാലിക്കൽ കിതാബ്
എന്ന് പറഞ്ഞിട്ടും ലാ റൈബ ഫീഹി എന്ന് പറഞ്ഞിട്ട് പറയുന്ന കാര്യം ഹുദൻ ലിൽ മുത്തഖീൻ. മുത്തഖീൻ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ജീവിതത്തെ, മനുഷ്യ ജീവിതത്തെ മൗലികമായ തെറ്റുകളിൽ നിന്നും ദുരന്തങ്ങളിൽ നിന്നും കാത്തു സൂക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കുള്ള പേരാണ് മുത്തഖീൻ. കാത്തു സൂക്ഷിച്ചു ഇത്തഖ എന്നുള്ള വാക്കിന്റെ അർത്ഥം. മുത്തഖീ എന്ന് പറഞ്ഞാൽ കാത്തു സൂക്ഷിക്കുന്നവൻ എന്ന് പറഞ്ഞാൽ എന്റെ ജീവിതത്തിൽ ഡീഹ്യൂമനൈസിംഗ് ഘടകങ്ങൾ, അപമാനവീകരണം ഉണ്ടാക്കുന്ന ഘടകങ്ങൾ, ദുഷിപ്പിക്കുന്ന ഘടകങ്ങൾ എന്റെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. എന്റെ ജീവിതത്തിന്റെ മൗലികതയെ കാത്തു സൂക്ഷിച്ചുകൊണ്ട് എനിക്ക് ജീവിക്കണം എന്ന് നിഷ്ഠ പുലർത്തുന്ന ആളുകൾക്ക് സംശയരഹിതമായ ഗൈഡൻസ് നൽകുന്നതാകുന്നു ഈ ഗ്രന്ഥം. ദാലിക്കൽ കിതാബ് ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ. ഈ തരത്തിൽ എക്കാലത്തും ഏത് ശാസ്ത്ര പുരോഗതി ഉണ്ടായാലും, ഏതൊക്കെ തരത്തിലുള്ള അഭൂതപൂർവമായ വിജ്ഞാന മഹാസ്ഫോടനത്തിന്റെ ഇൻഫർമേഷൻ ഹൈവേകൾ തന്നെ, അല്ലെങ്കിൽ ഇൻഫർമേഷൻ ഗാലക്സികൾ തന്നെ ഉണ്ടായിരുന്നാലും, അതൊക്കെയായിരുന്നാലും മനുഷ്യനെ സന്തുഷ്ടനാക്കുന്നത് അവന്റെ ബിഹേവിയറിന്റെ ഇന്റഗ്രിറ്റി ആയിരിക്കും. എന്റെ ബിഹേവിയർ, എന്റെ വർത്തനം, എന്റെ വാഗ്വിചാര കർമ്മങ്ങളുടെ രീതി, ആ രീതിയുടെ ഗുണവും ദോഷവുമായിരിക്കും. അതിന്റെ ഗുണമായിരിക്കും എന്റെ ജീവിതത്തെ വിജയകരമാക്കുന്നത്, അതിന്റെ ദോഷമായിരിക്കും എന്റെ ജീവിതത്തെ നഷ്ടപൂർണമാക്കുന്നത്. ഈ ബിഹേവിയർ, മനുഷ്യന്റെ ബിഹേവിയർ, അതാണ് മനുഷ്യന്റെ എല്ലാത്തിനും നിദാനമായിട്ടുള്ളത്. ഈ ബിഹേവിയറിനെ ശരിയായ പാതയിലൂടെ തിരിച്ചുവിടുന്ന കാര്യത്തിൽ ഹുദ, ഗൈഡൻസ്, അത് എക്കാലത്തും മനുഷ്യന് ആവശ്യമായിരിക്കും. ആ കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. എന്തൊക്കെ തരത്തിലുള്ള ശാസ്ത്രീയമായ പുരോഗതി ഉണ്ടായിരുന്നാലും ആ രംഗത്ത് ഈ ബിഹേവിയർ ഇംപ്രൂവ്മെന്റ് എന്ന് പറയുന്ന ആ കാര്യത്തിലാണ് മതത്തിന്റെ സ്ഥാനം. ഇവിടെ പല ആളുകളും പറയുന്നത് പോലെ മനുഷ്യനെ ഭരിക്കുക, അല്ലെങ്കിൽ മനുഷ്യനെ അടക്കി ഒതുക്കി നിർത്തുക, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. ആ കാര്യങ്ങളൊക്കെ യഥാർത്ഥത്തിൽ കാലഹരണപ്പെടും. ഇസ്ലാമിന്റെ പേര് പറഞ്ഞിട്ട് നമ്മൾ ആളുകളെ ഭരിക്കാൻ വേണ്ടി ശ്രമിച്ചാൽ ആളുകൾ നമുക്ക് അവരെ ഭരിക്കുകയും ചൂഷണം ചെയ്യുകയും അടിച്ചമർത്തുകയും മാത്രമേ ആവശ്യമുള്ളൂ എന്ന് മനസ്സിലാക്കുന്നതോടുകൂടി അതിന്റെ പ്രസക്തി നഷ്ടപ്പെട്ടു. അതേ അവസരത്തിൽ സ്വന്തം ബിഹേവിയർ നന്നാക്കിയിട്ട് ജീവിതത്തിന്റെ ആത്യന്തിക വിജയം കണ്ടെത്താൻ എന്നെ സഹായിക്കാനാണ് ഇസ്ലാമിക പ്രബോധകൻ വന്നിരിക്കുന്നത് എന്ന് ഒരു പ്രബോധിതൻ മനസ്സിലാക്കി കഴിഞ്ഞാൽ അവന്റെ മേൽ ഹുക്കൂമത്തുണ്ടാക്കാൻ വേണ്ടി നാം ശ്രമിക്കേണ്ടതില്ല. അതല്ലാത്തടത്തോളം കാലം ഹുക്കൂമത്തുണ്ടായിട്ട് കാര്യവുമില്ല. മനസ്സിലായോ? അവന്റെ ജീവിതത്തിന് കുറ്റമറ്റ മാർഗം കാണിച്ചു കൊടുക്കുന്നതിന് വേണ്ടി ഗുണകാംക്ഷയുള്ള ഒരു സേവകനായിട്ടാണ് വന്നിരിക്കുന്നതെന്ന് ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. ആ രംഗത്ത് നാം എത്രത്തോളം വിജയിക്കുന്നു എന്നുള്ളതാണ് മൌലികമായ പ്രശ്നം. ഇതൊക്കെയാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, കാലത്തിന്റെ അച്ചിലിട്ടിട്ട് ഇസ്ലാമിനെ വാർക്കാൻ പാടില്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ. പക്ഷേ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്, കാലത്തോട് സംസാരിക്കാൻ നമുക്ക് കഴിയണം. ഓരോ കാലത്തിനും സംവേദനക്ഷമതയുള്ളൊരു ഭാഷയുണ്ട്. ഞാൻ സംസാരിക്കുന്ന ഭാഷയ്ക്ക് ഈ കാലത്തോടും ഈ കാലത്തിലെ ജനങ്ങളോടും സംവേദനം ചെയ്യാൻ കഴിവില്ലെങ്കിൽ, എന്ന് പറഞ്ഞാൽ അവർക്ക് ഈ പറയുന്നത് പ്രസക്തമാണ് എന്ന് ബോധ്യപ്പെടുത്താൻ കഴിവില്ലെങ്കിൽ, അവരെ കൺവിൻസ് ചെയ്യാൻ കഴിവില്ലെങ്കിൽ, ഞാൻ പറയുന്നത് അവർക്ക് റെലവന്റായി തോന്നുന്നില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് ഇസ്ലാമിന്റെ സന്ദേശം അവർക്ക് വേണ്ടതുപോലെ മനസ്സിലാക്കി കൊടുക്കാൻ സാധിക്കുകയില്ല എന്ന കാര്യം ഉറപ്പാണ്. അപ്പൊ അതുകൊണ്ട് കാലത്തോട് സംവേദനക്ഷമതയുള്ള പ്രബോധകരാകാൻ, ഇസ്ലാമിക പ്രവർത്തകരാകാൻ നമുക്ക് സാധിക്കണമെന്നുണ്ടെങ്കിൽ ഈ കാലത്തിന്റെ ഏറ്റവും പുതിയ പ്രവണതകൾ നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ കാലത്തിന്റെ ഏറ്റവും പുതിയ നിർമ്മിതികളുടെ മൂല്യം നാം കണ്ടെത്തേണ്ടതുണ്ട്. ഈ കാലത്തിന്റെ ഏറ്റവും വലിയ അത്ഭുതങ്ങളും വിസ്മയങ്ങളും നാം മനസ്സിലാക്കേണ്ടതുണ്ട്. എന്നിട്ട് ഇന്റർനെറ്റ് എത്രത്തോളം ഉണ്ട്, ഇന്റർനെറ്റിന്റെ പരിമിതികൾ എന്താണ്, ഇന്റർനെറ്റിന്റെ അപാരമായ കഴിവുകൾ എന്താണ്, ടെസ്റ്റ് ട്യൂബ് ശിശുവിന്റെ പരിമിതികൾ എന്താണ്, അല്ലെങ്കിൽ അതിന്റെ സാധ്യതകൾ എന്താണ് എന്നിങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. ഈ നാം ജീവിക്കുന്ന കാലഘട്ടത്തിലെ പ്രവണതകളെയും വിസ്മയങ്ങളെയും നമുക്ക് വിലയിരുത്താനും എന്നിട്ട് അതിന്റെ അടിസ്ഥാനത്തിൽ കാലത്തോട് സംവേദനം ചെയ്യുന്ന ഭാഷയിൽ നമുക്ക് സംസാരിക്കാനും കഴിയണം. പക്ഷെ കാലത്തിന്റെ അച്ചിലിട്ടിട്ട്, അല്ലെങ്കിൽ പ്രവണതകളുടെ അച്ചിലിട്ടിട്ട്, അല്ലെങ്കിൽ ശാസ്ത്രതത്വങ്ങൾ അച്ചിലിട്ടിട്ട് ഇസ്ലാമിനെ വാർത്തെടുക്കുന്ന, ഇസ്ലാമിനെ കൊച്ചാക്കുന്ന ഏർപ്പാട് നാം ചെയ്യാൻ പാടില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഈ തരത്തിലുള്ള കാലത്തിന്റെ മുമ്പിൽ ഇസ്ലാമിനെ നടത്താവുന്ന പ്രസക്തമായ, ഇസ്ലാമിനെ സംബന്ധിച്ച് ആധികാരികതയോടുകൂടിയ
അൽ ഇസ്ലാം ഖുർആനെ സംബന്ധിച്ച് പണ്ടേതോ കവി പറഞ്ഞു, കാലത്തിന് ഒരിക്കലും ഖുർആനിനെ കാലഹരണപ്പെടുത്താൻ കഴിയുകയില്ല. കാലത്തിന് ഒരിക്കലും ഖുർആനിനെ കാലഹരണപ്പെടുത്താൻ കഴിയുകയില്ല. ആ കാലഹരണപ്പെടാത്ത ഖുർആന്റെ മൂല്യം നാം മനസ്സിലാക്കണം. എന്നിട്ട് 21ാം നൂറ്റാണ്ടിന്റെ ഭാഷയിലും ശൈലിയിലും ആ 21ാം നൂറ്റാണ്ടിന്റെ പ്രസക്തി മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് അതിന്റെ പ്രബോധനം നിർവഹിക്കാൻ കഴിയണം. അതോടൊപ്പം സേവനവും നിർവഹിക്കാൻ കഴിയണം. സേവനമില്ലാത്ത പ്രബോധനം കൊണ്ടാണ് ഇസ്ലാം വളരാത്തത്. ഇന്ന് ഇസ്ലാം വേണ്ടത്ര വളരുന്നില്ല എന്നുണ്ടെങ്കിൽ അറബികൾ ഒട്ടകപ്പുറത്ത് കയറിയിട്ട് സഞ്ചരിച്ചിട്ട് 10-25 കൊല്ലം കൊണ്ട് ഇസ്ലാം ലോകത്താകെ പ്രചരിച്ചു. അറബികൾ തോണിയിൽ സഞ്ചരിച്ചിട്ട് സമുദ്രങ്ങൾക്കപ്പുറത്തേക്ക് ഇസ്ലാം പ്രചരിച്ചു. അവരുടെ സേവന സന്നദ്ധത, അവരുടെ ഗുണകാംക്ഷ, അവരുടെ ആത്മാർത്ഥത, അവരുടെ അർപ്പണബോധം അത് ഇന്നത്തെ പ്രബോധകന്മാർക്കും പ്രവർത്തകന്മാർക്കും ഇല്ല എന്നുള്ളതാണ്. അപ്പൊ അതും കൂടി ഉണ്ടായാലേ 21ാം നൂറ്റാണ്ടിലെ ഇസ്ലാമിനെ കാലത്തിന് മുമ്പിൽ നടത്തുന്ന മഹാദൌത്യം നമുക്ക് ഏറ്റെടുക്കാൻ കഴിയുകയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അള്ളാഹു നമുക്ക് അവന്റെ ദീനിനു വേണ്ടി ഓരോ കാലത്തിന്റെയും താൽപര്യങ്ങൾക്കനുസരിച്ച് സേവനം ചെയ്യുവാനും യഥാർത്ഥ മുസ്ലിങ്ങളും മുഖ്ലിസുകളുമായി ജീവിച്ചു പഠിക്കാനും തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.